അവനോ അവളോ വേറൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ പാടില്ല. ജീവിച്ച തന്നെ അവിടെ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സന്തോഷിച്ച പിന്നെ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം? അമ്മ സൈക്കോളജി ക്ലാസ് ഒന്നും എടുക്കാതെ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് പറ. പറഞ്ഞില്ലേ, അവൻ വേറൊരു പെണ്ണിനെ കെട്ടുന്നതിൽ നമുക്കൊരു ദണ്ണത്തിന്റെ ആവശ്യമില്ല. അത് ശാരദാമ്മയുടെ മകളാണെങ്കിൽ പോലും. പക്ഷേ ശാലിനിക്ക് നിന്നോടുള്ള പ്രതികാരത്തിന്റെ ഒരു സുഖം കൂടി ഉണ്ടാവും ഇതില്. വില്ലെത്തി കൊല്ലാൻ വരെ ശ്രമിച്ച സാധുവായ നായകന് അനിയത്തിയുടെ ജീവിതം ദാനം ചെയ്യുന്ന ത്യാഗിനി. അവളെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് കാണണം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന അപകടം എന്താന്ന് വെച്ചാ, രോഹിത് ഇപ്പോ മോഹന്റെയും പത്മാവതിയുടെയും മകനല്ല, സത്യഭാമയുടെ ദത്തുപുത്രന്. സത്യഭാമയുടെ മകനെ നീ വിവാഹം കഴിക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സത്യഭാമയുടെ സ്വത്ത വിഷ്ണു എന്ന കൊഞ്ഞാനെ അല്ല എന്നെ ആകർഷിച്ചത്. ആ സ്ഥാനത്താ അവനിപ്പോ. ഇനിയിപ്പോ എന്ത് ചെയ്യുമേ? തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ശ്യാമയും കൊണ്ട് മുന്നിൽ ചെന്ന് നിൽക്കുന്ന രോഹിത്തിനെ സത്യഭാമ സ്വീകരിക്കുമെന്നൊന്ന് അറിയട്ടെ ആദ്യം. അതിപ്പോ എങ്ങനെ അറിയാനാ? അതിനു വേണ്ടി ഞാനൊരു CCTV ക്യാമറ വെച്ചിട്ടുണ്ട് സത്യഭാമയുടെ വീട്ടിൽ. ജീവനുള്ളൊരു CCTV ക്യാമറ. അവള് പുറപ്പെട്ടിട്ടുണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക്. എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറയാമേ. പങ്കജം, സത്യഭാമയുടെ വീട്ടിലെ പുതിയ ഹൗസ് മെയ്ഡ്. അപ്പോ പൊന്നി മിസ്സിംഗ്. എത്രയോ പേരെ ദിവസവും അങ്ങനെ കാണാതാകുന്നു. ഇനി നമ്മൾ വിചാരിച്ചാലേ അവള് പുറത്തു വരും. പൊന്നിയുടെ റോള് കഴിഞ്ഞു. ഇനി നിന്റെ കണ്ണായിരിക്കും പങ്കജം അവിടെ. രാഘവേട്ടാ, ദാ അതോടെ കുടിക്ക. രാഘവേട്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഭാമേ, ചെറിയൊരു മേക്കാച്ചിൽ. അതിനുണ്ട്, നീ ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ശാരദാമ്മയുടെ മോളുടെ കല്യാണത്തിനും പോയില്ലല്ലോ. അവരെന്ത് വിചാരിക്കുവോ? ഒന്നും വിചാരിക്കാനില്ല ശാരദാമ്മ. രാഘവേട്ടൻ ഇവിടെ പനിയായിട്ടിരിക്കുമ്പോ സമയാസമയത്ത് വെച്ചുണ്ടാക്കി തരാൻ ഒരാളില്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാ? ആ പൊന്നിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? തോന്നുന്ന പോലെ ഇപ്പൊ ജോലിക്ക് വരുന്നത്. വരാൻ പറ്റില്ലെങ്കിൽ ഒന്നും അറിയിക്ക് പോലും ഇല്ല. ഇപ്പോ പ്രീതിക്ക് അമ്പലത്തിലേക്ക് കൂട്ടുപോകാനും ആളില്ലാതായി. ആ കേസിന്റെ കാര്യത്തിന് ഞാനിപ്പോ പോയിട്ട് വന്നേ ഉള്ളൂ. ഇല്ലില്ല, മറക്കില്ല. പറഞ്ഞത് മനസ്സിലായി, ഉറപ്പായിട്ട് വിളിച്ചോളാം ഞാൻ. ഓക്കെ. അർജുനാണെങ്കിൽ ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. സത്യമേ, വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്റെ പാറൂട്ടി രക്ഷിച്ച ദൈവത്തോട് എനിക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും വിശ്വാസവും മാത്രമേ ഉള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു കേസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, കല്യാണം കഴിഞ്ഞ് അവരിങ്ങെത്താൻ സമയമായില്ലേ? ആഘോഷങ്ങൾ തീർന്നിട്ടുണ്ടാവില്ല രാഘവേട്ട. ശാരദാമ്മയ്ക്ക് സന്തോഷിക്കാവുന്ന ദിവസമല്ലേ? ഒരു സാധാ ചായക്കട നടത്തുന്ന ആളാണെങ്കിൽ എന്താ, 3 പെൺമക്കളെയും നല്ല അന്തസ്സായിട്ട് പറഞ്ഞയച്ചില്ലേ? മൂത്തയാളെ കല്യാണം കഴിച്ചത് കോളേജ് ലെക്ചറർ, രണ്ടാമത്തെ ആളുടെ ഭർത്താവ് സത്യഭാമയുടെ മകൻ, മൂന്നാമത്തെ ആൾക്ക് ഹൗസ് ബോട്ട് ഉടമയുടെ മകൻ. ഒരർത്ഥത്തിൽ പറഞ്ഞ 3 പുളിങ്കൊമ്പ്.
ശാരദാമ്മയുടെ മക്കളുടെ കാര്യത്തിൽ മാത്രം ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഇതിനാ ഭാമയെ പച്ചമലയാളത്തിൽ പറയുന്നത് കുശുമ്പോ അസൂയ എന്നൊക്കെ. നിനക്കെപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ എന്നാ. ഏയ് അതൊന്നും അല്ല രാഘവേട്ട. മുൻപൊക്കെ കല്യാണാലോചന നടക്കുമ്പോ മാതാപിതാക്കളാ ജാതിയും സ്വത്തും പദവിയൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോഴത്തെ പെൺപിള്ളേര് അതൊക്കെ നോക്കിയിട്ടാ പ്രേമിക്കണോന്ന് ആലോചിക്കുന്നത് തന്നെ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അപ്പൊ നിന്റെ മോളുടെ കാര്യോ ഭാമേ? ഈ ഇരിക്കുന്ന വക്കീലെന്താ കുറഞ്ഞ കക്ഷിയല്ലോണോ? നിന്റെ മോളും ജാതി സ്വത്തും പദവിയൊക്കെ നോക്കിയായിരിക്കും പ്രേമിച്ചല്ലേ? ശ്ശോ, ഈ രാഘവേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനിയുള്ള കാലത്ത് അറേഞ്ച്ഡ് മാതിരൊക്കെ കുറവായിരിക്കും ഭാമേ. ആൺകുട്ടികളും പെൺകുട്ടികളും തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കും. അതിലെ മാതാപിതാക്കൾക്ക് ഒരു റോളും ഉണ്ടാവില്ല. അതിൽ തെറ്റുണ്ടാവില്ലെന്നാ രാഘവേട്ടൻ പറയുന്നത്. നമ്മുടെ രോഹിത് സുസ്മിത തെരഞ്ഞെടുത്തത് അങ്ങനെ തന്നെയല്ലേ? അതിൽ തെറ്റുണ്ടാവും. ഈ അറേഞ്ച്ഡ് മാതിരി പോലെ തന്നെ എല്ലാം 100% ശരിയാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. എന്റെ 2 മക്കളുടെയും വരനെയും വധുവിനെയും കണ്ടുപിടിക്കാൻ അവരെനിക്ക് അവസരം തന്നില്ല. എന്നാൽ ഒരു തെറ്റുമില്ലാതെ 100% ശരിയായിട്ട് ഒരു കല്യാണം ഞാൻ നടത്തി കാണിച്ചു തരാം. നമ്മുടെ രോഹിത്തിന്റെ. അത് ശരിയാ. പ്രേമരോഗിയല്ലാത്തൊരു കുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അവർക്ക് എത്തിയല്ലോ. പിള്ളേ വാ. ഇതിപ്പം അവരെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? രോഹിത് മോനെന്താ കല്യാണമാലയുമായിട്ട്? ശ്യാമ സത്യാമ്മ എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഹിത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന വാക്ക് പത്മാവതി. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഹിത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. നിക്ക്. ഈ മാല, ഈ വേഷം, ഇതിന്റെയൊക്കെ അർത്ഥം വിശദീകരിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി എല്ലാവരും. അല്ല ഭാമേ, അവർക്ക് പറയാനുള്ള സാവകാശം കൊടുക്ക്. അല്ല കുട്ടികളെ തടഞ്ഞു നിർത്തണോ? രാഘവേട്ട,
സത്യഭാമ മകന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാൾ അല്ല, മകൻ തന്നെയാ. പത്മാവതി മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്ത വാക്കാ. അങ്ങനെ ഒരാൾ ഒരു പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോ ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറ്റണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അല്ല, അത് തൽക്കാലം ഇവിടെ തന്നെ നിന്നാ മതി. സത്യമേ, അത് വേണ്ട. എന്റെ കണ്ണിന് തകരാറൊന്നുമില്ലെങ്കിൽ ഈ നിൽക്കുന്നത് നിന്റെ അനിയത്തിയാണ് അല്ലേ? അതെ. എങ്കിൽ വിഷ്ണു സംസാരിക്കട്ടെ. അമ്മേ, അത് വിചാരിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ടായി. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. നിർത്ത്. എന്താ ഇത്? കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. താൻ തന്നെ കെട്ടിക്കോളെ. ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ സത്യമേ തോന്നിയത്. എന്ന് പറഞ്ഞ നിനക്കിവിടെ ഇഷ്ടമല്ല. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുമല്ലോ എന്ന് ഓർത്ത് കല്യാണം കഴിച്ചതാണെന്ന് അർത്ഥം. എടാ, മറുപടി പറയടാ. അത് സത്യമേ, ഞാൻ അങ്ങനെയൊന്നും. നിനക്കിവിടെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അതെ, ഇഷ്ടമാണ്. നിനക്കോ? ക്ഷമ, പ്ലീസ്. സത്യാമ്മയ്ക്ക് എന്താ അറിയണ്ടേ? വിവാഹത്തിന് മുൻപ് നിനക്ക് രോഹിത്തിനെ ഇഷ്ടമായിരുന്നോ എന്ന്. ഇല്ല, ഇഷ്ടമായിരുന്നില്ല. ക്ഷമ, എന്താ നീ കാട്ടി? എന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് തന്നെ പറയും. എന്താണ് ഇതൊക്കെ? കുറച്ച് പ്രശ്നങ്ങളുണ്ടച്ചാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം ക്ഷാമയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. മോളെ ശ്യാമേ, ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് നിർബന്ധിക്കുകയാണെന്ന് നിനക്ക് തോന്നരുത്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനി മനസ്സുകൊണ്ട് അതങ്ങ് അംഗീകരിക്കുക. ഭാമയ്ക്ക് മുമ്പിൽ നീ അങ്ങനെ പറയണ്ടായിരുന്നു.
വാങ്ങു മോളെ. ശ്യാമേ പ്ലീസ്. ശാലിനി, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്ക്. കരയ്ക്കും മോളെ. അങ്ങോട്ട് വെക്കാം. ഇനി കൈകൂപ്പി പ്രാർത്ഥിക്കാം. കഴിഞ്ഞില്ലേ? ശാലിനി, ഇവൾക്ക് ചടങ്ങുകളൊന്നും പരിചയം ഉണ്ടാവില്ല. എല്ലാം നീ വേണം പറഞ്ഞു കൊടുക്കാൻ. മോളെ, രോഹിത്തിന്റെ അമ്മ പത്മാവതി മരിക്കുന്നതിന് മുൻപ് 2 വാക്കുകളാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഒന്ന്, രോഹിത്തിനെ ഒരു മകനെ പോലെ നോക്കിക്കോളാന്ന്. പത്മാവതിയുടെ കുടുംബം മുഴുവൻ തകർത്ത സുസ്മിതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാന്ന്. രണ്ട് വാക്കുകളും പാലിച്ചിരിക്കും. സത്യഭാമയ്ക്ക് വാക്കാണ് ദൈവം. സുസ്മിത ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല രോഹിത്. കുറച്ചൊക്കെ മോൾക്കും അറിയാലോ. തന്റെ മകൻ ഒരു പെൺകുട്ടിക്കൊപ്പം സമാധാനമായും സന്തോഷമായും ജീവിക്കണമെന്നായിരുന്നു പത്മാവതിയുടെ അന്ത്യാഭിലാഷങ്ങളിലൊന്ന്. അത് നീ അവന് കൊടുക്കണം. സത്യമേ, ഞാൻ അവളെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിക്കട്ടെ. രോഹിത്തെ, നീ ചെല്ലേ. ഭാമേ, അല്ല, എനിക്കൊരു സംശയം. അല്ല, ശ്യാമയ്ക്ക് രോഹിത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടും നീ എന്താന്ന് മറുത്തു പറയായിരുന്നത്? ആ ബന്ധം അംഗീകരിച്ചു കൊടുക്കാനുള്ള കാരണം എന്താ? കാരണമുണ്ട് രാഘവേട്ട. കല്യാണത്തിന് മുൻപ് ശ്യാമയ്ക്ക് രോഹിതനെ ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഹോട്ടൽ റൂമിൽ നടന്ന സംഭവത്തിൽ അവൾക്ക് അല്പം പോലും ഖേദമില്ലെന്നാണ് ചുരുക്കം. ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ അവള് മറ്റൊരു പുരുഷന് താലി കെട്ടാൻ തലകുനിച്ചു കൊടുക്കുന്നത്. അപ്പോ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം, നിഷ്കളങ്കത, ഇതൊക്കെയാണല്ലോ വേണ്ടത്. യാദൃശ്ചികമായിട്ടാണെങ്കിലും കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ
അവൾ ഈ വീട്ടിലേക്ക് വന്നത്. അവൾ ഇനി സ്നേഹിച്ചോളും. സ്നേഹം കൊണ്ട് രോഹിത്തിനെ മൂടിക്കോളും. അവള് തന്നെ പത്മാവതി ആഗ്രഹിച്ച പെണ്ണ്.